കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും ഒരു സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായും ആ സംഘടനയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നേതാക്കളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നേതാക്കൾ. പാർട്ടിക്കും അത്ര തന്നെ ആ വിഷയത്തിൽ ഉള്ളൂ. അത് ആ സംഘടനയുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളൊക്കെ വളരെ പ്രഗത്ഭരാണ്. അതത് മേഖലയിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ചവരാണ് എല്ലാവരും. അതത് മേഖലയിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ച പാരമ്പര്യം ഉള്ളവരാണ്. അടൂർ പ്രകാശ് ആവട്ടെ, സണ്ണി ആവട്ടെ, അതുപോലെ തന്നെ ഷാഫി ആവട്ടെ, വിഷ്ണുനാഥ് ആവട്ടെ, ഒക്കെ പ്രതികൂല സാഹചര്യത്തിൽ വളരെ ടൈറ്റായ ജില്ലകളിലും സ്ഥലങ്ങളിലുമൊക്കെ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. ആ തീരുമാനങ്ങൾ എപ്പോഴും അറിയാമല്ലോ, ഒരു പാർട്ടിയുടെ തീരുമാനം അവരെടുക്കേണ്ടതാണ്. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ അവർ നോക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അവരെടുക്കുന്ന ഏത് തീരുമാനത്തെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പുകളുടെ സമയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അപ്പോൾ കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സഹായകരമാകുന്ന പ്രതീക്ഷിക്കുന്നു. ഈ വന്നിരിക്കുന്ന എല്ലാവരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സ്വാഭാവികമായും ഇവരുടെ കൂടെയൊക്കെ അടൂർ പ്രകാശിൻ്റെ കൂടെ അതുപോലെ തന്നെ ഒക്കെ നമ്മൾ വളരെ ദീർഘമായി പ്രവർത്തിച്ചാണ്. സണ്ണി വളരെ സുപരിചിതനാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാഗൽഭ്യം ഇവിടെ ഇപ്പോൾ ഷാഫിയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടു, എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ച് കടന്ന് കയറിയ ആളാണ് ഇലക്ഷനുകളിലൊക്കെ. അനിൽകുമാർ ഇവിടെ മലപ്പുറം ജില്ലയിൽ വളരെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പൊതുവിൽ നോക്കിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസ് പാർട്ടിയെ നന്നായി കൊണ്ടുപോകാനും അതുപോലെ തന്നെ യു ഡി എഫിന് കൂടുതൽ വിജയം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതൊക്കെ ഒരു കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അത് അവർ കൈകാര്യം ചെയ്തല്ലോ ഇപ്പോൾ. അപ്പോൾ അത് അവർ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തല്ലോ. അത് അവർക്ക് കഴിയും. അത് ജനാധിപത്യപരമായി കുറേ ചർച്ച നടന്നു എന്ന് കരുതിയാൽ മതി. സാമുദായിക ഇക്വേഷൻ, ക്രിസ്ത്യൻ, ഈഴവ, നായർ, മുസ്ലിം, അങ്ങനെ എല്ലാ അതൊരു യു ഡി എഫിൻ്റെ ഒരു സ്ട്രാറ്റജിയാണോ ഈ സാമുദായിക ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ? യു ഡി എഫിൻ്റെ മാത്രമല്ലല്ലോ, അത് ഇടതുപക്ഷത്തിൻ്റെയും സ്ട്രാറ്റജി തന്നെയല്ലേ. സ്ഥാനാർത്ഥികളൊക്കെ വെക്കുമ്പോൾ അതും അതിൻ്റെ അപ്പുറം നോക്കിയിട്ടല്ലേ അവരും വെക്കാറുള്ളത്. അതിലേക്ക് നമ്മൾ കടന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് അത് ഒരു മോശമായ കാര്യമല്ല. കാരണം എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ലേ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ തന്നെ അത് കുഴപ്പമില്ല. എല്ലാ പാർട്ടികളും ചെയ്യാറുമുണ്ട്. അല്ല, അത് ഇത് പൂർണ്ണ തൃപ്തി ഉള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് അവരെടുക്കുന്ന ഏത് തീരുമാനവും പൂർണ്ണ തൃപ്തിയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നവരൊക്കെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നവരുമാണ്. ആന്റണിക്ക് പരിഭവം ഉണ്ടെന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാ തരത്തിലും കോൺഗ്രസിന് ഉണ്ടാകുന്ന ഇങ്ങനെ ആശയക്കുഴപ്പങ്ങൾ അത് ഒരു പ്രതിച്ഛായക്ക് മണ്ണിലേക്ക് അല്ല, അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അവർ ഹാൻഡിൽ ചെയ്തോളും. ആൻ്റണിയും വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കും, സംശയമൊന്നുമില്ല. ഈ കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ, കുറച്ച് ദിവസമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ലീഗിന് ആശങ്ക ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? അല്ല, അതെല്ലാ കാലത്തും ഇങ്ങനെ ഒക്കെ തന്നെ അല്ലേ. അത് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചകൾ വരുമ്പോഴേക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പാർട്ടിക്ക് നല്ല കരുത്തരായ നേതാക്കളുണ്ട്. അവസാനം ഒരു തീരുമാനം ഉണ്ടാവും എന്ന് നന്നായി അറിയാവുന്ന ഒരു പാർട്ടിയാണ് ലീഗ്.
ശീലമായതുകൊണ്ടാണോ? അല്ലല്ല, പിന്നെ ഇപ്പോൾ CPM-ൻ്റെ പാർട്ടിയിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ലേ? നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാത്ത എന്താ? നിങ്ങളാണ് അതിലെ വില്ലന്മാർ. യഥാർത്ഥ വില്ലന്മാർ നിങ്ങളാണ്. നിങ്ങളുള്ളതും ഇല്ലാത്ത കൂടി ചർച്ചയ്ക്ക് കൊണ്ടുവരും. അതാണ് കാര്യങ്ങൾ. എല്ലാ പാർട്ടിയെ സംബന്ധിച്ചുള്ളത് അത് അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷേ ഒരു കമാൻഡിങ് ആ പാർട്ടിക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അതുണ്ടെന്നും ഇപ്പോൾ തെളിഞ്ഞല്ലോ. തീർച്ചയായിട്ടും.